ഉണ്ടാവല്ലേ? നല്ല പിടിക്കണല്ലോ ഇത്. ഒരു നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, ശരിയായി ഈർപ്പം വന്നിട്ടുണ്ട്. ഇത് ഇപ്പം ഇത് പകുതി വന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഇത്തിരി പകുതി വന്നിട്ടുണ്ട് ഇറച്ചി. ഇന്നത്തെ ഇറച്ചി എല്ലാം ഇവിടെ കരലടക്കം ഇടുമല്ലേ? എല്ലാം ഇടുമല്ലേ? ഇത് ഈ കോഴിയുടെ എല്ലാം ഇടും, എല്ലാം ഉണ്ടല്ലേ? ഉപ്പ് നോക്കാതെ തന്നെ ഞാൻ കറക്റ്റ് ആയിരിക്കും. ഇത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇതിൽ നിന്ന് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അതെങ്ങനെയാ? എന്ത് തരം സ്മെല്ല്? ഞാൻ 2 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് നമ്മൾ മൂക്കിൽ പിടിച്ച് കഴിഞ്ഞാൽ ആ മണം എപ്പോഴും എൻ്റെ മൂക്കിൽ തന്നെ. വെറുതെ ഞാൻ നോക്കുമ്പോൾ വെറുതെ കഴിയുമ്പോൾ ചീഞ്ചട്ടി കയറി പിടിക്കും. ഇത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന എളുപ്പമുള്ള പരിപാടിയല്ല. ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു 6 കിലോയുടെ ചിക്കൻ അല്ലേ? 6 കിലോ ചിക്കൻ ഉണ്ട്. 6 കിലോ ചിക്കൻ മൊത്തം ഞാൻ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ തട്ടി നിരത്തി വെക്കണം. നിരപ്പ് ആക്കി വെക്കുമ്പോൾ ഈ ആവി എല്ലായിടത്തും എത്തും. ആവി വീണ്ടും അടച്ചു വെക്കുക. ഇതാണ് ലാസ്റ്റ് ഫൈനൽ വേവകമാണ്. ഫൈനൽ വേവ് അല്ലേ? ഇത് എത്ര നേരം ഇനി? ഇത് എത്ര നേരം? ഇനി ഒരു 15 മിനിറ്റ്. അരമണിക്കൂർ ഒരു ചട്ടി ഇറച്ചി വേവുമ്പോൾ. ഒരു ചട്ടി ഇറച്ചി വേവ് ശരിക്കും നമുക്ക് അരമണിക്കൂർ എടുക്കും. ശരിക്കും ഈ കോഴി ഓടിച്ച് മീൻസ് നമ്മൾ ഇവിടെ മൊത്തം ഈ കരയിലുള്ള തന്നെ, അതായത് വീട്ടിൽ നിന്നൊക്കെയാണ് മൊത്തം ആൾക്കാർ ഇവിടെ വീട്ടുകളിൽ കുടിൽ വ്യവസായം പോലെ കോഴി വളർത്തി കാരണം ഞാൻ ഇപ്പൊ തന്നെ കണ്ടപ്പോ ഈ ഒരു ഏരിയയിലുള്ള എല്ലാ കോഴി ആ ചട്ടിയിലുണ്ട്. പിന്നെ നാളത്തേക്ക് എന്ത് ചെയ്യുന്നുള്ള ആലോചിക്കുക. നാളത്തേക്കുള്ള വരും. ഇത് ശരിക്കും ഇവിടെ നമ്മളെന്താ ഒരു വ്യവസായം പോലെ തന്നെ ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഈ പ്രദേശത്തുള്ള മൊത്തം കോഴിയും ആ ചട്ടിക്കകത്ത് ഉണ്ടെന്ന്. അല്ല, മീൻസ് ഇപ്പൊ നാളത്തേക്ക് എന്ത് ചെയ്യുന്നു. അല്ല, നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. ഒരാഴ്ചക്കുള്ള കോഴി എപ്പോഴും സ്റ്റോക്കാണ്, എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ എത്ര വന്നാലും കുഴപ്പമില്ല, വീണ്ടും അത് ഉണ്ടാക്കി തരും അല്ലേ? നമ്മൾ ഒരാഴ്ചക്കുള്ള കോഴി എപ്പോഴും സ്റ്റോക്കാണ്. കോഴി കൂടുതൽ ടാർപ്പടിക്കുന്നില്ലേ? ഇത് എല്ലാവരും കൂടി ചേർന്ന് വളർത്തുകയാണ്? ഇല്ല, മുതലാളിയാണ് മാടിച്ച്. നമ്മൾ പണിക്കാരാണ്. ശരിക്കും ഇത്ര ടൈം എടുക്കുന്നവരാണ്. ഇത് നാടൻ കോഴി ആയതുകൊണ്ടാണ്. നാടൻ കോഴി ആകുമ്പോഴും നമ്മൾ നന്നായിട്ട് വേവിച്ച് കൊടുക്കാവും. ശരിക്കും വേവിച്ച് ഞാനതല്ല, ഇങ്ങനെ വീട്ടിലൊക്കെ നമ്മൾ പെട്ടെന്ന് ബോയിലർ കോഴി 10 മിനിറ്റിനകത്ത് വേവിച്ച് കൊടുക്കാം. അരപ്പെല്ലാം ശരിയാക്കി അതിൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ശരിയാക്കി വെച്ചിട്ട് ഇടുക, 10 മിനിറ്റിനകത്ത് ഇറക്കുക. അല്ലെങ്കിൽ ആ ഇറച്ചി പിരിന്നു പോകില്ലേ? അതാണ് ബോയിലർ കോഴി. അങ്ങനെയാണ്. നാടൻ കോഴി അരമണിക്കൂർ വേവിച്ച് തന്നെ കൊടുക്കുക. നല്ല കട്ടിയാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല കട്ടിയുള്ളതുപോലെ ഇറച്ചിക്ക്, നാടൻ കോഴി ഇറച്ചിക്ക് നല്ല കട്ടിയുണ്ട്. നാടൻ കോഴി ശരിക്കും നാടൻ കോഴിയുടെ ഇറച്ചിക്ക് നല്ല കട്ടിയാണ് കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം കൂടുതൽ നേരം വെച്ച് വേവിച്ചാലേ ശരിക്കും ഉടഞ്ഞ് കിട്ടുള്ളൂ. ബ്രോയിലർ പോലെ അല്ല. 15 മിനിറ്റ് ആയില്ല കേട്ടാ. ഇപ്പം ഉണ്ടാവില്ലേ? അടുത്തും ഒരു ഇളക്കൂടി ഉണ്ട്. ഇനിയുണ്ട്. ഇളക്കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനം ഇതെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇപ്പാവും എന്ന് പറഞ്ഞിട്ട് ആ 15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ഇളക്കുകയാണ്. പക്ഷെ എനിക്ക് തരുന്നില്ല. എന്നെ മിക്കവാറും ഇളക്കാൻ പഠിപ്പിച്ചിട്ട് വിടുള്ളൂ. നീ ഇളക്കി പഠിച്ചിട്ടും പോയാ എന്നാ പറയണല്ലേ? എന്ത് സിമ്പിളായിട്ട് ഇളക്കാൻ നോക്കും. ഞാനാണെ കിടന്ന് മുക്കറിയിട്ട് ശരിക്കും അതിന്റെ ശരിക്കും ഈർപ്പൊക്കെ ശരിക്കും പിടിച്ചിരിക്കുകയാണ്. ഇതിലുള്ള ഈ കോഴിയിലുള്ള വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഇനി അടുത്ത് ഫൈനലാണ്. അടുത്തൊരു ആവി കൂടി ഉണ്ട്. ഇനിയും ഇത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ കത്തിക്കുകയാണ്. ഈ അടുപ്പ് ഇതിപ്പോ നമ്മൾ എന്താ ശരിക്കും ചെയ്യാൻ പോണേ? ഇത് ഇപ്പൊ ചട്ടി കത്തിച്ചു. അതെനിക്ക് മനസ്സിലായി. പക്ഷെ എന്താ ചെയ്യാൻ പോണത്? ഇത്ര എണ്ണ വിത്ത് 100 ഗ്രാം എണ്ണ വിത്താണ്. ഇത് നമ്മൾ ഓൾറെഡി കടുക് ഇട്ടുണ്ടല്ലോ. കടുകല്ല, അതിന് പരിപാടി വേറെ ഉണ്ട്. അപ്പൊ ഇത് മാത്രല്ല, ഞാൻ വിചാരിച്ചു ഇതിപ്പോ പെരണ്ട് കഴിയും, ഞാനത് തിന്നാലോ ഇപ്പൊ ആവട്ടെ എന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കായിരുന്നു. അപ്പൊ ഇതിന് ചേട്ടാ ഞാൻ കാണാണ്ട് ഉള്ളിൽ പോയത് എന്തുണ്ടാകുന്നുണ്ട്. എണ്ണ ചൂടായി വരെയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരണ്ടി മുളക് ഇടുക. മുളക് ഇടുമ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. കലക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഈ മസാല പൊടി, ഇത് മസാല പൊടിയാണ്. ഈ ഇറച്ചി മസാല എല്ലാ ഐറ്റവും കൂടി ഇതിൽ ശാലം തൂറ്റുക. പൊടിച്ച സാധനം കാരണം എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് എണ്ണ കൂടുതലില്ലാത്ത രീതിയിൽ എടുക്കുകയാണ്. അതായത് നമ്മളെന്താ ആ ഒരു വഴുപ്പ് കാണരുത്, ഒരു കട്ട ഉരുട്ടിയെടുക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഓരോ ചട്ടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി 1 2 3 4 5 ചട്ടിയുടെ ചിക്കൻ ഉണ്ടാക്കിയിട്ടും അത് ഫ്രീ ആയി. ഇതേ വീണ്ടും തന്നുകൊണ്ടിരിക്കുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
മഴയത്ത് ഇത്ര തിരക്കണ്ടേ? അപ്പൊ എന്തായിരിക്കും അല്ലേ ശരിക്കും നല്ല നല്ല തിരക്ക്. നാളെയാണ് ഇതിന്റെ യഥാർത്ഥ തിരക്കെന്ന് പറയുന്നത്. ഞായറാഴ്ച. ഓഫീസുകളൊന്നുമില്ല. അപ്പൊ വീട്ടിൽ നിൽക്കുന്നവരെല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് തന്നെ വന്ന് പാഴ്സൽ വാങ്ങി കഴിക്കും, അങ്ങനെ ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് കണ്ടല്ലോ. ഉപ്പൊന്നും വേണ്ട. ഉപ്പ് അതിലിട്ട് കഴിഞ്ഞു. ഇത് അടുത്തുനിന്ന് ഇതൊന്നും തുറക്കട്ടെ. തുറന്ന് മാറ്റിയിട്ട് ഇത് ഇറക്കാണ്. അപ്പം അത് നമ്മളത്രേ ഉള്ളൂ സംഭവം. ഇത് ഫൈനൽ കൂട്ടാണല്ലേ. ഇത് ലാസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ല. ഇത് അതിന്റെ സീക്രട്ട് ലാസ്റ്റ് പ്രയോഗമായി പൊടിക്കൈ. അതാണ് ശരിക്കും അങ്ങ് ആ ഒരു കളറ്, മസാലയുടെ കളറ് ശരിക്കും ചിക്കനിലുണ്ട്. കളറ് എല്ലാം ഇതിൽ വന്നു കഴിഞ്ഞു. ഇത്രയ്ക്ക് നോക്കിയാണ് നന്നായിട്ട് പുള്ളി മേത്ത് വീണ എണ്ണയാണ്. ശരി, അത് വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്തില്ല, മൊത്തം എണ്ണ തന്നെ. വെള്ളമില്ല, ഉള്ളിയില്ല, വേറെ ഒന്നുമുള്ള പരിപാടി. ശരി, ഉള്ളി സവാള അങ്ങനെ ഒറ്റായിട്ടിട്ടുള്ള ആകട്ടെ. മറ്റേ ലംബ മണമുണ്ടല്ലോ, ലംബ, പുതിന, പെരട്ട്. ഇവിടെ പ്രധാനം കണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരട്ട്. പിന്നെ രണ്ടാമതേ തോരൻ വരുന്നുള്ളൂ. തോരൻ എന്ന് വെച്ചാൽ തേങ്ങയിലുള്ള ഇതാണ്. ഇവിടെ തന്നെ നമുക്ക് പെരട്ട് മാത്രമല്ല തോരനും ഉണ്ട്. അത് തേങ്ങയിലുള്ള ഒരു പരിപാടിയാണ് അല്ലേ. തേങ്ങ പീര എന്നിട്ടാണല്ലോ കൊത്തി തിരിഞ്ഞെടുത്ത് തിരിഞ്ഞെടുത്തെന്ന് പറഞ്ഞു. തിരങ്ങി നമ്മുടെ എറണാകുളത്ത് സൈഡ് തേങ്ങ ചിരണ്ടി എടുക്കുക, തെരുമ്പുക എന്നൊക്കെ പറയുന്നത്. പല സ്ഥലത്തും പലതും പല ഭാഷയാണ്. അല്ല, ലംബാന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ എറണാകുളത്ത് എന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല ക്ലിയർ ആയിട്ട്. വേറെ പേരുകളിൽ അറിയപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ പറയണ്ടാവും ബിരിയാണിയുടെ ഒപ്പം ശരിക്കും ലംബയൊക്കെ ഇടാറുണ്ടാവും. ഇനിയും വെയിറ്റ് ചെയ്യണം ഒരു 2 മിനിറ്റ്. അപ്പോൾ ഇറച്ചി ഭാഗമായി കഴിഞ്ഞു. 2 മിനിറ്റ്, അരമണിക്കൂർ, 10 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ്, 5 മിനിറ്റ്, അരമണിക്കൂർ ആകുമ്പോൾ ഇറച്ചി റെഡി. പറഞ്ഞിട്ട് കുറേ ആയി. അല്ല, നാടൻ കോഴിയല്ലേ, പറഞ്ഞു പറ്റിക്കണല്ല. ശരിക്കും നാടൻ കോഴി ശരിക്കും നമ്മൾ പറഞ്ഞ് അതിന് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നാടൻ കോഴി ഇരുന്ന് വെന്ത് തന്നെ ആ ചിക്കൻ സോഫ്റ്റ് ആവണം ശരിക്കും. അല്ലാണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്ക് നേരത്തെ തന്നെ എടുത്ത് തരായിരുന്നു വായി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നന്നായിട്ട് പാൻ ചെയ്തിട്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇത് ഇളക്കെയാണ്. അപ്പോൾ ഇത് ഭാഗമായി കഴിഞ്ഞിരിക്കുക. വേണ്ടോ പിന്നെ നമ്മൾ ചിക്കനില് സാധാ ചിക്കനിൽ ഇടുന്ന ഉരുളൻകിഴങ്ങോ ഉള്ളിയോ സവാളയോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഫ്രഷ് ഇറച്ചിയാണ്. അപ്പോഴത്തേക്ക് വെട്ടി കൊണ്ടുവന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഏറ്റവും പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അപ്പോഴത്തേക്ക് ശരിയാക്കി എടുക്കുന്നതാണ്. എല്ലാം അപ്പ തന്നെ. ഇതിപ്പോ ഇറച്ചി റെഡിയായി. ചിക്കൻ നല്ല പെരട്ട് ഇതാണ് കട്ടച്ചൽ കുഴി പെരട്ട്. പിന്നെ അതിന്റെ ഇങ്ങനെ മണമൊക്കെ നന്നായിട്ട് എടുത്ത് നിൽക്കുകയാണ്. നേരത്തെ ചേട്ടൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ ഉള്ളിൽ പോയത് വേറെ ഒന്നല്ല, എന്നെ പറ്റിച്ചാണ്. അവിടുത്തെ കഴിഞ്ഞ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അകത്തേക്ക് വെക്കാനാണ്. അപ്പൊ അടുത്ത സെറ്റ് ഉള്ളിലേക്ക് പോവാണ്. അടുത്ത പാത്രം ഉള്ളിലേക്ക് പോവാ. അവിടെ ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കും ഒരു വസ്തു. ചട്ടി തീർന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ വെച്ചോണ്ടിരിക്കുന്നു. നമ്മളപ്പോ ചിക്കൻ കൊണ്ടുവന്നു. പക്ഷെ ഇതിപ്പോ തന്നെ പാതിയായി. ഞാൻ ഇങ്ങോട്ട് കേറണം കണ്ട് ഇപ്പൊ വന്ന് നോക്കിയപ്പോ പാതി മൊത്തം പാഴ്സലോ പോയെ. പെരട്ട് ഇതെന്ത് വെയിങ് മെഷീൻ തൂക്കിയാണ് കൊടുക്കുന്നത്. ഇവിടെ കിലോ കണക്കാണ് ചിക്കൻ പെരട്ട് കൊടുക്കുന്നത്. അത് കൊള്ളാം. ഇപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കുന്നു. 1 കിലോ ഇലയില് 1 കിലോ അല്ലെങ്കിൽ എത്ര വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തൂക്കി കൊടുക്കും അല്ലേ. ഇത് ശരിക്കും എത്ര പേരുണ്ട് നമ്മളിവിടെ വർക്കേഴ്സ് ആയിട്ട്? 4-5 പേര്. ചേട്ടൻ്റെ അളിയൻ സഹായിക്കാൻ വരല്ലേ. നമസ്കാരം. പേരെന്നാ? ഷിബു. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ അളിയൻ. ഇത് വേറെ സഹോദരിയുടെ ഭർത്താവ്. ചേട്ടൻ്റെ പേരെന്നാ? ബിനു. ഇപ്പൊ എല്ലാരും കൂടി ഫാമിലി ആയിട്ട് തന്നെ ചെയ്യുവാണ് ഇവിടെ. ഇത് ചേട്ടൻ്റെ അച്ഛനാണല്ലേ. ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോ തന്നെ കുറെ പത്രത്തിന്റെ കട്ടിങ്സ് ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. ചേട്ടാ ടേസ്റ്റ് ചെയ്യാതെ ഇത് 1 കിലോ അല്ലേ? ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ. 2 കപ്പ തരൂ, ഞാൻ കഴിക്കാൻ പോകില്ല. എല്ലാരും നല്ലൊരു ആഹ്ലാദത്തിലേക്കണേ. ചുറ്റിനും വന്ന് ഇങ്ങനെ നിൽക്കുക. എന്താ പരിപാടി അറിയാം.
അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടോ ചേട്ടൻ എത്ര പണ്ട് തൊട്ടുണ്ട്? ഇന്നത്തെ നാടൻ കോഴി, നാടൻ കപ്പ, എല്ലാത്തിനും കോഴിപ്പരട്ട് എല്ലാം കൂടി കഴിക്കാൻ വേണ്ടി ഇങ്ങ് വരെ കട്ടച്ചക്കുഴിയിൽ കൃഷ്ണ ഹോട്ടൽ ഷായി ചേട്ടൻ ഉണ്ടാവും ഇവിടെ. നമുക്കിങ്ങനെ നല്ല പെരട്ടൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി ഷായി ചേട്ടനും കൂട്ടുകാരും ഒപ്പം എല്ലാവരും കൂടി അളിയനും എല്ലാവരും നമ്മളുണ്ടാവും. നാടൻ കോഴി എല്ലാം നാടൻ, സിംപ്ലി നാടൻ. അപ്പോൾ ഷായി ചേട്ടാ വളരെ താങ്ക്സ്. അയച്ചുകൊണ്ടേ ഇരിക്കും. വളരെ നന്ദി ചേട്ടാ, ബിൻ ചേട്ടാ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. നാടൻ ഫുഡ്, സിംപ്ലി നാടൻ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.